കൂടാരത്തിൽ മഹത്വത്തിൻ്റെ രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘമാർ തലവനായ മോശയുടെ 3-ാം പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമ്പോൾ ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്ത്, നീ ഇസ്രായേൽ മക്കളുടെ സഭയോടും പറയുക, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം അമ്മയെയും അപ്പനെയും ബഹുമാനിക്കണം. എൻ്റെ ശാബത്തുകൾ ആചരിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്. നിങ്ങൾക്കായി ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. എനിക്ക് സമാധാനയാഗം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അർപ്പിക്കണം. അർപ്പിക്കുന്ന ദിവസവും പിറ്റേ ദിവസവും അത് ഭക്ഷിക്കാം. 3-ാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം. 3-ാം ദിവസം ഭക്ഷിച്ചാലോ അത് അശുദ്ധമാകുന്നു, പ്രസാദമാകിയില്ല. അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനാകും. ദൈവത്തിന് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ. അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം. പാറയ്ക്കുമോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമോ. അന്ന് ദാരിയൂസ് രാജാവ് ഭൂമിയിലെങ്ങുമുള്ള സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി, എന്തെന്നാൽ നിങ്ങൾക്ക് സമാധാനം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ രാജ്യാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടിയിരിക്കണമെന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നു. താൻ ജീവനുള്ള ദൈവമെന്നേക്ക് നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്യുന്നവനുമാകുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദാനിയേലോ ദാരിയൂസിൻ്റെ വാഴ്ചക്കാലത്തും പാർസ്യ രാജാവായ കോരശിൻ്റെ വാഴ്ചക്കാലത്തും ശുഭമായിരുന്നു. പാറയ്ക്കുമോ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.